ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സൗണ്ട്കോർ Q20i എന്ന ഈ ഹെഡ്ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് 3800 സംതിങ് ആണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ അതായിരുന്നു റേറ്റ്. ഇപ്പോൾ കൂടി കാണും. ആ സമയത്ത് എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. ഓക്കെ, സത്യം പറഞ്ഞാൽ പണയം എടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ പണയത്തിൻ്റെ ക്യാഷ് ഇപ്പോൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ ഒരു ചാർജ് ചെയ്യാനുള്ളൊരു സി ടൈപ്പ് ചാർജിങ് സംഭവം കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ചാർജ് തീർന്നു പോയാലോ, അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ചാർജ് യൂസ് ചെയ്യാതെ നമുക്കൊരു വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനായിട്ടൊന്നോ, എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ആണ് ഗൈസ്. ഇത് ബ്ലൂടൂത്ത് മാത്രമല്ല, ഇതിനകത്ത് നോർമലും ഉണ്ട്, അല്ലാതെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് മോഡ്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് ഉപയോഗിക്കാം, അല്ലാതെ ചാർജ് ചെയ്ത് ഓൺ ആക്കിയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ വേരിയൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ സൗണ്ട്കോർ Q20i എന്ന് പറയുന്ന വേരിയൻ്റ് ആണിത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡ്ഫോൺസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾ ഇതാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞുതരാം. നമുക്ക് വരുന്നത് വെച്ചാൽ ഹൈബ്രിഡ് ആക്റ്റീവ് നോയിസ് ക്യാൻസലിംഗ് ആണ്. എന്ന് വെച്ചാൽ 3 മോഡ്സ് ആണ് വരുന്നത്. ഒന്ന് നോർമലി തന്നെ നമുക്ക് നല്ലപോലെ നോയിസ് ക്യാൻസലേഷൻ അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ലപോലെ വോയിസ് പുറത്തുള്ളത് തള്ളി പുറത്ത് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അകത്തോട്ട് വരുത്തില്ല സൗണ്ട്. പിന്നെ രണ്ടാമത്തെ മോഡ് വരുന്നത് ട്രാൻസ്പെറൻസി മോഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെഡ്ഫോൺസ് കുത്തിക്കൊണ്ട് തന്നെ പുറത്തുള്ള വോയിസ് കേൾക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് ഈ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കിയാലേ അവർ പറയുന്ന കാര്യം നമുക്ക് നമ്മുടെ ചെവിയിലോട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു സംഭവമാണ് ഈ ട്രാൻസ്പെറൻസി മോഡ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ മോഡ്. അതാണ് ഇതിന്റെ ബെസ്റ്റ് സാധനം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഹെഡ്ഫോൺസ് ഫുൾ ചാർജ് ആക്കി വെച്ചു. ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം നമ്മൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ 40 hour പ്ലേ ടൈം അങ്ങനെയും കിട്ടും. അല്ലാതെ നമ്മൾ നോർമലായിട്ടാണ് പാട്ട് കേൾക്കുമെങ്കിൽ നമുക്ക് 60 hours മ്യൂസിക് പ്ലേ ടൈം കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ വരുന്നത് 40 mm ഡൈനാമിക് ഡ്രൈവർ എന്ന് പറഞ്ഞൊരു 40 mm ഡൈനാമിക് ഡ്രൈവർ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല പാട്ടിനൊക്കെ നല്ല സൗണ്ട് ആയിരിക്കും, കാരണം അത്രയും വലിയ ഡ്രൈവറാണ്. ഇപ്പോൾ പിന്നെ ബാസ് ഒക്കെ നല്ല പഞ്ചി ബാസാണ്. ഓക്കെ, പിന്നെ ഹൈറസ് സൗണ്ട് ആണ്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഹൈറസ് സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ട്രെബിള് കുറച്ച് കൂടി നിൽക്കുകയാണ്. ട്രെബിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിങ്ങനെ കൂടി നിൽക്കുകയാണ്. അത് ചില സമയത്ത് എനിക്ക് അരോചകമായിട്ട് തോന്നി. അപ്പോൾ ആ ഫ്രീക്വൻസീസ് ഒക്കെ അത്ര ഹൈ ആയിട്ട് നിൽക്കേണ്ടായിരുന്നു എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് ഇതിനകത്തൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടും പ്ലേ സ്റ്റോറിൽ. അപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് നമുക്ക് അതിന്റെ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ബാക്കി വീഡിയോ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് ട്രാൻസ്പെറൻസി മോഡ്. ഓക്കെ, ഞാൻ അത് പറഞ്ഞതാണ് ഓൾറെഡി. പിന്നെ നമുക്ക് 2 ഡിവൈസിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഡുവൽ ഡിവൈസ് പെയറിംഗ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരേ സമയം നിങ്ങളുടെ ലാപ്ടോപ്പിലും നിങ്ങളുടെ ഫോണിലും കണക്ട് ചെയ്യാം. ബട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടിലും ഒരേ സമയം പ്ലേ ചെയ്തുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് പാട്ടിലൊരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഒരു സമയം ഒരു ഡിവൈസ് എന്നുള്ള സൗണ്ട് ചെയ്ത് പ്ലേ ചെയ്യും. ഒരു ഡിവൈസിന്റെ സൗണ്ട് ഓഫ് ആയതിനു ശേഷമാണ്, എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടിരിക്കുന്ന നോയിസ് ആക്റ്റീവായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം സ്റ്റോപ്പ് ചെയ്താലേ നമുക്ക് മറ്റേ ഡിവൈസിൽ നിന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ഡുവൽ ഡിവൈസ് പെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സീംലെസ് ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെഡ്ഫോൺസിനെ കാണാം. നിങ്ങൾ ഓൾറെഡി കണ്ടാണ്, ഞാൻ ബി-റോൾസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ്ഫോൺസ്. കണ്ടിട്ട് നല്ല ബ്ലാക്ക് ഫിനിഷിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ബെൻഡബിൾ ഒക്കെയാണ്, അത്ര ഇഷ്യൂസ് ഒന്നും ഇല്ല. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മാത്രമല്ല, ഇവിടെ ഒരു ലെതർ ഫിനിഷ് ആണ് വരുന്നത്. നല്ല അടിപൊളി പ്രീമിയം ലെതർ ആണ്. തൊടുമ്പോൾ തന്നെ നല്ല നൈസ് ആയിട്ടുണ്ട്. നമ്മുടെ തലയിൽ വെക്കുമ്പോൾ ഇത് സോഫ്റ്റ് ആണ്. നല്ല മെമ്മറി ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും അതുപോലെ നല്ല പ്രോട്ടീൻ ലെതർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് സാധനം. ഇത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും കാണിച്ചു തരാം. നൈസാണ് സാധനം. സോ ഓവറോൾ ഡിസൈൻ സംഭവങ്ങളിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. സോ ഇനി ബാക്കി ഇതിന്റെ പോർട്സ് ഒക്കെ കാണിച്ചു തരാം. നമുക്ക് അതിനകത്ത് വരുന്നത് വെച്ചാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഒരു പോർട്ട്, ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഒരു ഓഡിയോ കുത്താനുള്ളത്, പിന്നെ ചാർജ് ചെയ്യാനുള്ളത്, പിന്നെ നമുക്ക് സൗണ്ട് കുറയ്ക്കാനുള്ളത്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, പിന്നെ സൗണ്ട് ഇൻക്രീസ് ബട്ടൺ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗണ്ട് കോറിന്റെ ഐക്കൺ വരുന്നത് നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വെച്ച് നോക്കാം. സോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാനായിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്രയിലൊക്കെ ഫിറ്റ് ആവും. പിന്നെ നമുക്കിനകത്ത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ ചെയ്യുന്ന, കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന സംഭവമുണ്ട്. നൈസാണ്. വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി കുറേ നോയ്സ് ക്യാൻസൽ ആവുന്നതായിരിക്കും. പിന്നെ അതിൽ കൂടെ നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുമ്പോൾ ഒരുമാതിരി നമ്മുടെ ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ട് ചെവിയേക്കാൻ പറ്റാത്ത അവസ്ഥയെ പോലെയൊക്കെ തോന്നും. ബട്ട് അത് ശീലമായി വരുമ്പോൾ മാറി വരും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെവിയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല നൈസായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു പെട്ടെന്ന് നശിച്ചു വരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്വെറ്റൊക്കെ പറ്റിയിരിക്കുമ്പോൾ അത് നമ്മൾ പറ്റി അത്രയും തുടച്ച് കളയുക, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കൂളിംഗ് ജെല്ലും കാര്യങ്ങളും അങ്ങനെ കൂളിംഗ് സംഭവങ്ങളൊന്നും വരുന്നില്ല. അതായത് നോർമൽ
നല്ലൊരു ഹെഡ്ഫോണാണ്. അപ്പം അത് ചെവി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂടായിട്ട് അവിടെ സ്വെറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അത്ര ഇഷ്യൂ അല്ല. നമുക്ക് ഇതൊക്കെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതാണ്, അപ്പോൾ അത്ര വലിയ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ നിങ്ങൾ യൂസ് ചെയ്യുക, എങ്ങനെ ഉണ്ടെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങനെ കാണാം. ഓക്കെ, ബൈ.